എനിക്കായി സ്റ്റിച്ച് ചെയ്ത് കൂട്ടിയ കുറച്ച് ചുരിദാറുകളുമായിട്ടാണ്, കുറേ ഡ്രസ്സുകളുമായിട്ടാണ്. അത് ഇപ്പോഴൊന്നും അല്ല, കുറേശ്ശെ ഞാൻ തയ്ച്ച് വെച്ച് ഇപ്പം എല്ലാം കൂടെ കാണിക്കുവാണേ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. വാ. ആദ്യമായിട്ട് ഇത് എന്ത് കളറാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, പിങ്ക് പോലത്തെ രണ്ട് കളറാണെന്ന് തോന്നുന്നു. അതിൽ ഞാൻ നമ്മുടെ ആ നെഞ്ചിൽ ആ യോക്കിൽ വെച്ചിരിക്കുന്ന ആ കളറാണ് നമ്മുടെ പാൻ്റായിട്ടും തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വി നെക്ക് കൊടുത്തിട്ട് ഓരോ വർക്കും ഞാനതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു മഞ്ഞ കളറുള്ള ഒരു ടോപ്പാണ്. ഇതിന് നമ്മുടെ ബോട്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് ഭാഗം ബോട്ട് നെക്കായിട്ടും മറ്റേത് സാധാ ലെങ്തിലുമാണ് കഴുത്ത് കൊടുത്തിരിക്കുന്നത്. കൈയിലും ആ നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതൊരു നീല പോലത്തെ പച്ച കളർ എന്നൊക്കെ പറയാം. അതിൻ്റെ യോക്കിലൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. കുറച്ച് മിറർ വർക്കും കുറച്ച് കട്ട് ബീഡ്സും ഒക്കെ വെച്ച് ഞാൻ തന്നെ ചെയ്തതാണ്. പുറകെ ഇതുപോലെ കെട്ടൊക്കെ ഉണ്ട്. ഇതൊരു ലൈൻ കുർത്തി മോഡലിലാണ് തയ്ച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തൊന്നും ക്ലിയർ ആയിട്ടില്ല, ക്ഷമിക്കണം. പിന്നെ അതായത് നമ്മുടെ മീഷോ എന്ന് മേടിച്ചൊരു സാരി ആയിരുന്നേ, അത് ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കും കൂടിയായിട്ട് തയ്ച്ചു. ഇതൊരു ലൈൻ മോഡലിൽ പീറ്റർ പാൻ കോളറിൽ പഫ് സ്ലീവൊക്കെ വെച്ച് അതിൽ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും മക്കൾക്കും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിൽ എനിക്ക് എപ്പോഴും റൗണ്ട് നെക്ക് തന്നെയാണ് ഇഷ്ടം, അതാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. പിന്നെന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് ഒരു നൈറ്റി ബിറ്റാണ് കേട്ടോ. നൈറ്റി ബിറ്റ് നമുക്ക് 3 മീറ്റർ ആണല്ലോ. ഇത് 175 രൂപയേ ഉള്ളൂ. അതിൽ ഞാനൊരു കോളർ നെക്ക് ഷർട്ട് കോളർ ടോപ്പാണ് തയ്ച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഷർട്ട് പോലെ ഓപ്പൺ ആയിട്ട് കിടക്കും. ഹാഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അതുപോലെ തന്നെ പ്ലീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻറ്റും ടോപ്പിനും സെപ്പറേറ്റ് തുണിയെടുത്ത് അങ്ങനെ തയ്ച്ചതാണ്. ഒരു സാധാ വി നെക്ക് മോഡൽ തയ്ച്ചിട്ട് പാൻറ്റിന് നമ്മൾ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പോക്കറ്റൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു സുഖമല്ലേ, നമ്മുടെ വണ്ടിയുടെ താക്കോലിടാനും ഫോണിടാനും ഒക്കെ സുഖമാണ്. എല്ലാത്തിലെയും പോലെ ആസ് യൂഷ്വൽ. അതാ അടുത്തത്. ഇത് മീഷോ. അപ്പോൾ ഇതും മീഷോന്ന് മേടിച്ചൊരു തുണിയാണേ. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ടോപ്പ് വേറെ ആ ഒരു ബോട്ടം വേറെ ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു മീഡിയം ടോപ്പ് പോലെ തോന്നും. ഇതിന് ഞാൻ പീറ്റർ പാൻ കോളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബലൂൺ സ്ലീവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഊരിയിട്ട് തിരിച്ച് വിടാം, ടോപ്പ് ഇന്നറായിട്ട് വിടാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ അനുഗ്രഹ മോഡലോ അങ്ങനെ എനിക്ക് പേരറിയില്ല കറക്റ്റായിട്ട്, ആ മോഡലിലെ ഒരു നെക്കാണ് വെച്ചിരിക്കുന്നത്. യോക്ക് ഭാഗം ഒരു നെറ്റിൻ്റെ പോലത്തെ ഒരു തുണിയാണ്. സ്ലീവ് എല്ലാം നമ്മുടെ സാധാ പോലെ പഫ് സ്ലീവ് വിത്ത് 3/4 കൈയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തത് കാണാം. ഇത് എൻ്റെ അമ്മയുടെ ഒരു സാരി ആയിരുന്നു. എൻ്റെ അമ്മ ഒരിക്കൽ വന്നിട്ട് ഊരിയിട്ടിട്ട് കഴുകിയിട്ടിട്ട് പോയൊരു തുണിയായിരുന്നു. അമ്മ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് ഈ കോലമായി. ഞാനിത് നമ്മുടെ ഫുൾ സർക്കിൾ അംബർല ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. യോക്ക് ഭാഗം വേറൊരെണ്ണം വെച്ചിട്ട് ആ മിറർ വർക്കൊക്കെ ഞാൻ തന്നെ പിന്നീട് ചെയ്തതാണ്. അത് ഞാൻ വീഡിയോ എടുത്താൽ ശരിയായിട്ടില്ല, ക്ഷമിക്കണം കേട്ടോ. പിന്നീട് നന്നായിട്ട് എടുക്കാം. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ മേടിച്ച ഒരു 5 മീറ്റർ ക്ലോത്ത് ആയിരുന്നു. ഇത് എനിക്കും എൻ്റെ അനിയത്തിക്കും തയ്ച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ ഫ്രോക്ക് മോഡലാണ് തയ്ച്ചത്. വി നെക്ക് വെച്ചിട്ട് കുഞ്ഞ് സ്ലീവ് വെച്ച് പഫ് സ്ലീവ് വെച്ചിട്ട് അങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നല്ല അത്യാവശ്യം നമുക്ക് വീച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആദ്യമായിട്ട് സർപ്രൈസായിട്ട് കൊണ്ടുവന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു ഈ തുണിയെ. അത് ഞാൻ നമ്മുടെ സാധാ പോലെ സ്ക്വയർ നെക്ക് വെച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞി പഫ്, അതാണ് എല്ലാത്തിലും പഫ് കാണുന്നത്. പഫൊക്കെ വെച്ച് തയ്ച്ച ഒരു സാധാ മോഡൽ ചുരിദാർ ക്യാഷ്വൽ വെയർ ആയിട്ട് തയ്ച്ചതായിരുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പിന്നെ ഇതൊരു അക്കോബയുടെ ഒരു പൂക്കളൊക്കെ ഉള്ള ഒരു നല്ലൊരു തുണിയായിരുന്നു. ഇതിൽ ഞാൻ യോക്ക് ഭാഗത്ത് നമ്മുടെ ഒരു വൈറ്റ് അക്കോബ തുണിയും അതിൻ്റെ തന്നെ കുറച്ച് ഭാഗം എടുത്ത് സ്ലീവിലും വെച്ചിട്ടുണ്ട്. അത് ലൈനായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി എന്താ അടുത്തത് ഇതാണ്. ഇത് എനിക്കും മക്കൾക്കും തയ്ച്ചിട്ടുണ്ട്. ഞങ്ങൾ മം ഡോട്ടർ കോംബോ ആയിട്ട് തയ്ച്ച ഞങ്ങൾക്ക് 3 പേർക്കും നമ്മുടെ 2 ഷെയ്ഡ് വരുന്ന തുണിയാണേ. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, നമ്മുടെ നെക്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പേൾ വർക്കൊക്കെ ഞാൻ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഇതാണ്. ഇതൊരു ബ്ലാക്ക് അക്കോബയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല, അക്കോബയുടെ തുണിയാണ്. ഇതിൽ നമ്മൾ വി നെക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് ആ നെക്കിൽ വെച്ച പോർഷനും സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. യെല്ലോ പാൻറ്റുമാണ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്യുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ അടുത്തത് ഇതും ഒരു നൈറ്റി ബിറ്റ് തന്നെയാണ്. അതിൽ ഞാൻ നമ്മുടെ ഷർട്ട് കോളർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഷർട്ട് മോഡലാണ് തയ്ച്ചിട്ടുള്ളതും. സ്ലീവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മുടെ ഷർട്ട് മടക്കി വയ്ക്കുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലാണ് അതിൻ്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത്.
അടുത്തത് ഒരു നൈറ്റി ബിറ്റ് തന്നെയാണ്. ഇത് നമ്മൾ വൈഡായിട്ടാണ് വീനൊക്കെ കൊടുത്തിട്ടുള്ളത്. ബലൂൺ സ്ലീവും കൊടുത്തിട്ടുണ്ട്. ബലൂൺ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എ ലൈൻ വന്നിട്ടാണ് താഴോട്ട് ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആ പൂക്കൾ കുഞ്ഞു കുഞ്ഞു പൂക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. പിന്നെതാ ഇത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, വെസ്റ്റേൺ വെയറായിട്ട് തയ്ച്ചതാണ്. അടിയിൽ വെള്ള ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹിപ്പ് വരെയുള്ള ആ ടോപ്പ് കേട്ടോ. പിന്നീട് നമ്മൾ ഷോ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കെട്ടൊക്കെ ഉണ്ട്, ഞാൻ കെട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് കെട്ട് ഇടുമെങ്കിലും ഞാൻ കെട്ടാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. പിന്നെ ഇതൊരു സാധാ ഒരു കാഷ്വൽ ഡ്രസ്സായിട്ട് തയ്ച്ച ഒരു ചുരിദാറാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പോക്കറ്റ് മസ്റ്റാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ വെറും കൈ വീശിങ്ങനെ നടന്നാൽ മതി. ഫോൺ പോലും പിടിക്കുന്ന എനിക്ക് സത്യത്തിൽ ഇഷ്ടമേ അല്ല. പിന്നെതാ ഇതൊരു കഥയുള്ള ഒരിതാണ്. നമ്മളിത് കടയിൽ നിന്ന് ബിറ്റ് തുണി ലാസ്റ്റ് കിട്ടുമല്ലോ, അങ്ങനെ കിട്ടിയ ഒരു യെല്ലോ തുണിയായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ് നോക്കിയിരുന്നപ്പോഴാണ് എൻ്റെ ഒരു പഴയ പലാസോ പാൻറ്റിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ അക്കോബ ഭാഗമായിരുന്നു. അത് വെട്ടി ഞാൻ ഇതിലോട്ട് ചേർത്തു. അപ്പോൾ എനിക്ക് ഒരു ടോപ്പായി മാറി. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് ഞാൻ ആ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു ടോപ്പ് ജനിക്കുന്നത്. അതുപോലെ തന്നെ കഥയുള്ളൊരെണ്ണമാണിത്. ഇതിൻ്റെ ബ്ലാക്ക് മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ യോക്കിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് നൈറ്റ് തയ്ച്ചതിൻ്റെ ഒരു ബാലൻസ് തുണിയാണ്. അത് ഞാനിങ്ങനെ ഓരോ ഭാഗങ്ങൾ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതറിയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്കൂടെ ത്രെഡ് വർക്കും പിന്നെ കട്ട് ബീഡ്സും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിററൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ക്യാമറമാൻ അത്ര കറക്റ്റായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ക്ഷമിക്കണം. പിന്നെ ഇത് സാധാ നമ്മുടെ നേരത്തെ കാണിച്ച പോലെ തന്നെ പാൻറ്റും ടോപ്പുമായിട്ട് കിട്ടിയ തുണിയായിരുന്നു. അതിന് ഞാൻ നമ്മുടെ ചൈനീസ് കോളർന്നോ ഹാഫ് കോളർന്നോ ഒക്കെ പറയാം, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിനും നമ്മുടെ 3/4 കൈ, എനിക്ക് എല്ലാത്തിനും 3/4 കൈയാണ് കൂടുതൽ ഇഷ്ടം. ഇതിനും ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. പോക്കറ്റ് മുഖ്യം ബിഗിലേ. പിന്നെന്താ ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നേതാ ഇതും ഒരു നൈറ്റി ബിറ്റ് തന്നെയാണ്. ഇത് നേരത്തെ അമ്മയ്ക്ക് തയ്ച്ച ഒരു നൈറ്റിയുടെ ബിറ്റ് ഭാഗം യോക്കിലും വെച്ചിട്ട് പിന്നെ എനിക്കുള്ള ഭാഗം വെച്ചിട്ട് അങ്ങനെ മൊത്തം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഥയാണ് ഓരോ കുർത്തിക്ക് പിന്നിലും ഉള്ളത്. ഇതും അതുപോലെ തന്നെ മോക്ക് തയ്ച്ച ഫ്രോക്കിൻ്റെ ബാലൻസിലുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ച് ഒരു പ്രിൻസസ് കട്ട് മോഡൽ ചെയ്ത ഒരു ബ്ലാക്ക് കുർത്തിയാണിത്. ഇത് നമുക്ക് സുഖമാണ് ഇതിട്ടുണ്ട് നടക്കാൻ, ഒരു നല്ല രസമാണ്. ഇതിൻ്റെ ബാക്കൊക്കെ ഒരുപോലെ തന്നെ. പിന്നെ അതായത് ഒരു വി നെക്ക് കോളർ കുർത്തിയാണ്. അതിന് ഞാൻ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു നൈറ്റി ബിറ്റാണ് കേട്ടോ, അത് മറന്നു പോയല്ലേ. താഴെയൊക്കെ പ്ലീറ്റൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. 3/4 സ്ലീവുമാണ്. പിന്നെന്താ ഒരു ഷോയൊക്കെ കാണിച്ച് നമുക്ക് നിൽക്കാമല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ പിന്നെയും വീഡിയോ ചെയ്യാൻ തോന്നിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് വീണ്ടും കാണാം.